ഇത് 235 ക്യാമറയാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ക്യാമറകളിലൊന്നാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു തരാൻ ആനന്ദ് സിനി സർവീസിൻ്റെ ഡയറക്ടർ ശ്രീ തരുൺ കുമാർ നമ്മുടെ കൂടെയുണ്ട്. This is the lightest motion picture camera available in the world. This is about half the weight of a 435 and very useful for handheld shots. And because of its lightweight, you can use it on any sort of jib. You can use it on easy rigs. You can use it on crane. And basically, the weight of the camera is the most important factor that governs this one. And also, what we have inside this is a movement. This movement is a 3 perforation movement. 3 perforation. 3 perforation. Normally, all the cameras have a 4 perforation movement, which means every time the film moves, 4 holes, 4 perforations are brought down. But in this, only 3 perforations are there, so you use less film. You use 25% less film than all the other cameras, which is a huge saving for the producer, and the general production becomes very cheap. And what we have done is we have gone one step forward and gone with the partnership of Ari Media, which is a UK-based, London-based company. We have gone for a 2 perforation movement, which means instead of 3, every time the film moves down, only 2 perforations are brought down. So there is a further saving for the production. So against 4 perforation, here we can use 2 perforation, which means more than 50% cost saving for the production. 4 ഹോൾസ് കണ്ടോ? ഇത്രയുമാണ് സാധാരണഗതിയിൽ ഒരുമിച്ച് എക്സ്പോസ് ആവുക. പക്ഷേ ഈ ക്യാമറയിൽ ഇത് നേർപകുതി, ഈ 2 ഹോൾ ഇത്രേ ഇപ്പോൾ എക്സ്പോസ് ആവുള്ളൂ ഈ മൂവ് ചെയ്യുമ്പോൾ. മറ്റു നേരത്തെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും മൂവ് ചെയ്യും, അത് നേരെ പകുതിയായി. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു ക്വാളിറ്റിയിൽ ഒരു വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാക്കും. പക്ഷെ അത് ഇപ്പോൾ എല്ലാം ഡി ഐ ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ലോസ് അവർക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നൽകുന്ന ഫൈനാൻഷ്യലായിട്ടുള്ള ലാഭം ഇരട്ടിയാണ്. അത് ലാബിൽ, ഫിലിമിൻ്റെ കോസ്റ്റിൽ, മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന ലാഭം ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്വാളിറ്റി ലോസ് മാനേജബിൾ ആയതുകൊണ്ടും അത് നമുക്ക് നെഗ്ലിജിബിൾ ആണെന്നാണ് പറയുന്നത്. ബേസിക് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മലയാള വിവരണം ചിലർക്കെങ്കിലും ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ
ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഇത് ഇവിടെ ഒരു പാഡ് വെച്ചാൽ ക്യാമറമാൻ ഇത് വളരെ ഈസി ആയിട്ട് ഒരു വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്ന പോലെ ഷോൾഡറിൽ വെച്ച് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, 200 ഫീറ്റാണത്, 60 മീറ്റേഴ്സ് 200 മീറ്റർ. മറ്റത് 400 ആയിരുന്നു. ഇത് വരുമ്പോൾ അത് കൂടുതൽ ചെറുതായി. വർക്ക് ചെയ്യാൻ കുറേ കൂടി ഇഷ്ടമുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 435 ആണ്. ആര് 2Cയുടെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. അതേസമയത്ത് മിച്ചൽ പോലെ തന്നെ നമുക്ക് സൈഡിലെ മോണിറ്റർ ഉള്ളതുകൊണ്ട് വേണ്ടി വന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഷോട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കാതെ തന്നെ നമ്മൾ ഈ വ്യൂ ഫൈൻഡറിൽ കൂടെ വെച്ചിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റാമ്പിങ് ചെയ്യാൻ പറ്റും, ഹൈ സ്പീഡ് ഷോട്ട്സ് എടുക്കാൻ പറ്റും.